ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ വലിയ രീതിയിലുള്ള അരാജകത്വം അവസാനിപ്പിക്കാനും തായ്വാനെ സംരക്ഷിക്കാനും വേണ്ടി അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ, അതായത് ചൈനീസ് ബോർഡറിൽ അമേരിക്ക ബോംബറുകൾ വിന്യസിക്കുന്ന വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ചൈനയ്ക്ക് കൂട്ടായി വേറൊരു രാജ്യം കൂടെ എത്തിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ അത് നമ്മുടെ ഉത്തര കൊറിയയാണ്. കിം ജോങ് ഉൻ ഭരിക്കുന്ന ഉത്തര കൊറിയയാണ്. എപ്പോഴും അമേരിക്കയോട് നിഷേധാത്മകമായിട്ടുള്ള നിലപാട് പുലർത്തുന്ന, അമേരിക്കയെ ശത്രുസ്ഥാനത്ത് നിർത്തുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ചൈനയോട് അതിഭീകരമായിട്ടുള്ള വിധേയത്വം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ എന്ന് നമ്മൾ എടുത്തു പറയണം. ആണവായുധങ്ങളുള്ള 9 രാജ്യങ്ങളിൽ ഒന്നാണ് ഉത്തര കൊറിയ എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. 2006 അവർ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയതായി കരുതപ്പെടുന്നു. ഇപ്പോൾ അവരുടെ കൈവശം 50 അണുബോംബുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാവുന്നു. മറുവശത്ത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് യുദ്ധം ശക്തമായി തുടരുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഏർപ്പെടുത്തിയ 125% തീരുവയ്ക്ക് മറുപടിയായി ട്രംപ് ചൈനയ്ക്ക് മേൽ 245% തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഉത്തര കൊറിയയിൽ കണ്ണുവച്ചിരിക്കുന്നു. ഇതൊരു താരിഫ് യുദ്ധമല്ല, മറിച്ചൊരു യഥാർത്ഥ യുദ്ധത്തിന്റെ മുന്നോടി എന്ന പോലെയാണ്. ദക്ഷിണ കൊറിയയിൽ ഇതിനു വേണ്ട 2 BBകൾ ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സൂപ്പർസോണിക് ബോംബറുകളായ F-34A യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലന അഭ്യാസങ്ങൾ ഇതിനകം തന്നെ രാജ്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സൂപ്പർസോണിക് ബോംബറുകൾ ലാൻസർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഉത്തര കൊറിയ ഭൂഖണ്ഡാന്തര മിസൈൽ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇതിനെതിരെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ന്യൂക്ലിയർ ബോംബുകൾ പോലും വഹിക്കാനുള്ള ശേഷിയുണ്ട്. അതിന്റെ പരിധി 12,500 മൈലാണ്. ആ മിസൈലുകൾക്ക് അമേരിക്കയുടെ കിഴക്കൻ തീരം വരെയുള്ള ചില ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ന്യൂയോർക്ക്, ബാൾട്ടിമോർ, വാഷിംഗ്ടൺ, ഫ്ലോറിഡ എന്നിവയും ഇതിന്റെ ആക്രമണ പരിധിയിൽ ഉൾപ്പെടുന്നുവെന്നും പറയപ്പെടുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ ആദ്യ പരിപാടിയിൽ അദ്ദേഹം കിം ജോങ് ഉന്നിനെ സിംഗപ്പൂരിലേക്ക് ചർച്ചകൾക്കായി ക്ഷണിച്ചു എന്നുള്ളത് നമ്മൾ ഈ സാഹചര്യത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ചർച്ചകൾ വിജയത്തിന്റെ വക്കിലെത്തിയപ്പോൾ ഉന്നിന്റെ സഹോദരി കിം യോങ് ജോങ് അത് വേണ്ടെന്ന് വെച്ചു പൂർണ്ണമായും ആ ചർച്ചയുടെ ആ ഒരു ഘടന തന്നെ പൊളിച്ചു മാറ്റി എന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.